ഈ പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ വലിയൊരു ഭാഗമാണല്ലോ നമ്മളിങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അതിനകത്ത് നിന്നൊക്കെ ഒന്ന് ചിലപ്പോൾ ചില ദുശീലങ്ങളിൽ നിന്നൊക്കെ കയറിപ്പോരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുന്നുണ്ടാവും, ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ചിലപ്പോൾ 2025 നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇങ്ങനെ നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുത്തു, പിന്നെയും പൊട്ടിപ്പോയി. ചില ദുശീലങ്ങളൊക്കെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ ഒന്ന് കയറിപ്പോരണം, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ദൂരെ എറിയണം, നല്ല മിടുക്കരായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നല്ല ഫ്രീ ആയിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പലതും നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ഞാനിങ്ങനെ കുറേ നാളൊക്കെ സ്ട്രഗിൾ ചെയ്തായിരുന്നു ഈ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ. ഒത്തിരി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തത്. അത് ചുമ്മാ ദേഷ്യം വരുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനത്തെ അസുഖം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊക്കെ ഒരു സ്വഭാവം ഉണ്ടാകുന്നു. ഇപ്പം വലിയ കാര്യത്തിലൊന്നും ആൾക്കാരോട് ദേഷ്യപ്പെടുമെന്നല്ല. ഇപ്പം ചിലപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ ചില സാധനങ്ങളൊക്കെ വെച്ചു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ചുമ്മാ വർത്താനം പറയുന്ന സമയത്ത് അതിങ്ങ് മാറ്റി വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അതെന്ത് കിറുക്കാണച്ചോ എന്ന് ചോദിക്കരുത്. അങ്ങനത്തെ ചില കിറുക്കുകളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അത് കുറേ മാറി കിട്ടിയിട്ടുണ്ട്. കുറേ മാറി കിട്ടിയെന്ന് വെച്ചാൽ ഇത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ എന്നോട് ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയതുകൊണ്ട് പതുക്കെ അതൊക്കെ കുറച്ചു. ദൈവകൃപയാൽ വലിയൊരു അനുഗ്രഹമായിട്ടത് മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് ഇങ്ങനെ ദേഷ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അതായത് ഉപദേശിച്ച് നന്നായിട്ട് വേണ്ട നാട്ടുകാരെ നന്നാക്കാൻ എന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ടാകും. ഇന്ന് രാത്രിയിൽ ഇപ്പോൾ എൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് നിങ്ങളെ രണ്ട് കുറ്റം പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങണം. നമുക്ക് ഈ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ദേഷ്യം മാറിക്കിട്ടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പല കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചൊക്കെ നോക്കി, പക്ഷേ ഒന്നും വിജയം കണ്ടെത്തിയില്ല. ചില ദുശീലങ്ങളാണ്. ഇപ്പം ദേഷ്യം വലിയൊരു ദുശീലമാണോ? അല്ല. നമുക്കൊരു ധാർമ്മിക രോഷം, ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളത് നല്ലതൊക്കെയാണ്. ചിലതൊക്കെ ഇതിനകത്ത് നിന്നൊക്കെ ഒന്ന് പൊട്ടിച്ച് ദൂരെ എറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഈ ചെറിയ ബന്ധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ചില കുറവുകൾ, കോംപ്ലക്സുകൾ, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു വചനം നമ്മൾ ഇന്നൊന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ പുതുവർഷം ആരംഭിച്ചു, വലിയ പ്രതീക്ഷകളാണ്, ഈ കൊല്ലമെങ്കിലും നന്നാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു കാര്യം, കർത്താവ് സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമേ. നമ്മളെടുത്ത തീരുമാനങ്ങളെല്ലാം പൊട്ടിപ്പോയി. ഈശോയുടെ കൃപ നിറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പൊട്ടിച്ച് കയറി പോരാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഇന്നൊരു രാത്രി നമ്മുടെ ചില സ്വഭാവ കുഴപ്പങ്ങൾ, ചില വൈകൃതങ്ങൾ, നമുക്ക് തന്നെ നമ്മളോട് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ചിലപ്പോൾ വറീഡായിട്ടാണ് ഇന്ന് കിടക്കാൻ പോകണമെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവർ അവരിൽ നിന്ന് അവർക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 52-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യം, ഐസയ്യാ ചാപ്റ്റർ 52:2 ഇങ്ങനെയാണ് വായിക്കുക. ഒരു കമാൻഡാണ്. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ഇന്ന് രാത്രി ഇപ്പോൾ കിടക്കാൻ പോകുമ്പോൾ ചാടി എഴുന്നേൽക്കാനല്ല പറയണേ. ബന്ധനസ്ഥയായ ജെറുസലേമേ എന്ന് പറയുമ്പോഴേ നമ്മൾ നമ്മുടെ പേരിലോട്ടങ്ങ് ചേർത്ത് വിളിക്കണം. ഇപ്പം ഞാൻ വിളിക്കുകയാണ്, ബന്ധനസ്ഥനായ ജിൻസച്ചോ, ബന്ധനസ്ഥനായ ജിൻസേ, നീ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ലോക്കായി കിടക്കുകയാണ്, നിനക്ക് ഇതിനകത്ത് നിന്ന് കയറിപ്പോരാൻ പറ്റണില്ല. സോ ഇതിനകത്തുനിന്ന് കർത്താവ് നിന്നെ വിളിക്കുകയാണ്, കമോൺ ഗെറ്റപ്പ്. ഇതിനകത്ത് നീ ഈ പൊടിക്കകത്തുനിന്ന് നിന്നെ ഇങ്ങനെ ചീത്തയാക്കുന്ന, ഇല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന, നിന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്ന, നിന്റെ ഗ്രാഫ് വലിച്ച് താഴേക്ക് ചാടിക്കുന്ന, താഴ്ത്തിക്കളയുന്ന ഈ ഒരു പൊടിയിൽ നിന്ന്, ഈ ഒരു പിടുത്തത്തിൽ നിന്ന് നീ കയറിപ്പോരുക. ഞാനിത് എന്നോട് തന്നെ കമാൻഡ് ചെയ്യല്ല, നിങ്ങളോട് കമാൻഡ് ചെയ്യല്ല, ഈശോ നിങ്ങളോട് പറയുകയാണ്, കമോൺ ഗെറ്റപ്പ്. നീ ദേഷ്യപ്പെടുന്നുണ്ടാകും, ചിലപ്പോൾ നിനക്ക് ചില ഇഷ്ടപ്പെടാത്ത ചില രീതികളുണ്ടാകും നിന്നിൽ തന്നെ. ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ദുഃഖിച്ചിരിക്കുന്നൊരു സ്വഭാവമായിരിക്കാം, ഇങ്ങനെ ഉറക്കം കിട്ടാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു പരിപാടിയായിരിക്കും. ഇന്ന് രാത്രി ചിലപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കാം നമ്മളിത് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നതേ. ഈശോ കമാൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്, യു കം ഔട്ട്. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. അതായത് നീ ഒന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. രാത്രി ഉറങ്ങാൻ നേരത്ത് എഴുന്നേക്കാൻ പറയല്ല, നീ ഈ അവസ്ഥയിൽ, ഈ പൊടി ഇങ്ങനെ ഉണ്ട്, ഈ കുഴിക്കകത്ത് ഞാൻ പെട്ടുപോയി, എൻ്റെ ജീവിതം ഇങ്ങനെയായി, എൻ്റെ ജീവിത രീതികൾ ഇങ്ങനെയായി, ഇതൊന്നും ഓർത്ത് ആകുലപ്പെടുകയല്ല, എഴുന്നേക്ക്. അതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അടുത്ത വചനം ഇങ്ങനെയാണ്, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. അത് നമ്മളോട് തന്നെ ഈശോ പറയാണ്. നീ ഇങ്ങനെ ആകുലപ്പെടേണ്ടതില്ല, നീ ഇങ്ങനെ ഇത്രയും വറീഡാവേണ്ടതില്ല. കമോൺ, ശാന്തമാവും. നീ എന്നിട്ട് ഇതിനകത്തൊന്ന് കയറി വരാൻ വേണ്ടിയിട്ടൊന്ന് ആഗ്രഹിച്ചേ, ഒന്ന് പരിശ്രമിച്ചേ. അത് ഈശോ ഒരു കമാൻഡായിട്ട് തരികയാണ്. മറ്റാരും നമ്മളോടിപ്പോൾ അപ്പൻ പറയുന്നു, അമ്മച്ചി പറയണു, ജീവിത പങ്കാളി പറയുന്നു, മക്കൾ പറയുന്നു, കൂടെയുള്ളവരൊക്കെ പറയുന്നു, നീ ഇതിനകത്തൊന്ന് കയറി വാ. നമ്മളെക്കൊണ്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഈശോ പറയാണ് ഗെറ്റപ്പ്. ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു വചനത്തിൻ്റെ ഒരു അഭിഷേകം സ്വീകരിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിക്കേ. നമ്മളെ ഇങ്ങനെ ബന്ധനത്തിലാക്കി ഈ പൊടി, ഈ വീണ് കിടക്കുന്ന കുഴി, ഇതിനകത്ത് നിന്നൊക്കെ നമുക്കൊന്ന് കയറിപ്പോരണ്ടേ. ഇന്ന് രാത്രി ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് വറീഡാവാതെ ശാന്തമായിട്ട് ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഒന്ന് എഴുന്നേറ്റ് എനിക്ക് ഇതിനകത്തൊന്ന് കയറി വരണം എന്നൊന്ന് ആഗ്രഹിച്ച ഈശോയുടെ കുഞ്ഞ് കർത്താവാണ് വിളിക്കുന്നത്. കർത്താവ് പറയുന്ന നീ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല പവറിൽ നാളെ ഒരു പുത്തൻ ദിവസം നമുക്കുണ്ട്. നാളെ പുത്തൻ അവസരങ്ങളുണ്ട്. നാളെ സൂര്യൻ ഉദിച്ചാൽ
ഇറ്റ്സ് എ നെക്സ്റ്റ് ചാൻസ്, മറ്റൊരു ചാൻസ് കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് ഈ പൊടിയിൽ നിന്ന് കയറി വരാൻ വേണ്ടി. അതിന് ഈശോ തന്നെ നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവേ, ഇന്ന് ഈ രാത്രി ഈ വചനം കേട്ട് കിടന്നുറങ്ങുന്ന ഞങ്ങളുടെ മക്കളെ എന്തെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ, സങ്കടങ്ങൾ, ചില കോംപ്ലക്സുകൾ, അവർ തന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം പൊടിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേക്കാൻ കൃപ നൽകണമേ. ഉണർന്നെഴുന്നേൽക്കാൻ, കഴുത്തിലെ ആ നുഖമൊക്കെ ഒന്ന് പൊട്ടിച്ചെറിഞ്ഞ് ശക്തിപ്പെടാൻ, തല ഉയർത്തി പിടിച്ചൊന്ന് നടക്കാനുള്ള കൃപ ഈ മക്കൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.